السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على ഞാൻ ചൊല്ലിത്തരുന്നത് എല്ലാവരും ചൊല്ലുക. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق.
أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق اللهم صل وسلم على نبينا محمد 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 اللهم صل وسلم على نبينا محمد. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയ ഒരു ദിക്ർ കൂടി പഠിക്കാൻ പോവുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സബ്അ മർറാത്തി ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം കഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 7 വട്ടം ചൊല്ലിയാൽ, എത്ര വട്ടം? 7 വട്ടം. എന്ത് ചൊല്ലിയാൽ? ഹസ്ബിയല്ലാഹു, എല്ലാവരും പറയും, ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ചൊല്ലി നോക്കുക 7 പ്രാവശ്യം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു, അങ്ങനെ പറയാം, ഇല്ലാഹു അങ്ങനെ പറയാം, ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ചൊല്ലിക്കലാരും ഒന്നുകൂടെ. വെരി ഗുഡ്. അങ്ങനെ ആരെങ്കിലും 7 വട്ടം, എത്ര വട്ടം? 7 വട്ടം രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ കഫാഹുല്ലാഹു, അല്ലാഹു അവനെ മതിയാക്കുന്നതാണ്, മാ അഹമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആഖിറത്തിലെ ഏതെങ്കിലും ഒരു കാര്യം അവനെ അലട്ടുന്നുവെങ്കിൽ അതിന് പകരം അല്ലാഹു മതിയാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു അതവനെ സാധിപ്പിച്ചു കൊടുക്കും, അതിന്റെ ഉപദ്രവങ്ങളൊക്കെ തട്ടിമാറ്റും. അതവന് ഹൈറാണെങ്കിൽ അല്ലാഹു അവനത് സാധിപ്പിച്ചു കൊടുക്കും. അത്രമാത്രം പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമുക്ക് ഭയമുള്ള സന്ദർഭങ്ങളിലൊക്കെ
ചൊല്ലാവും. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവും, കാരണം ആൾക്കാർ നമ്മളിട്ട് സ്വീപ്പാക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്നല്ല, ഞാനും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് പിന്നെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് സമീപിക്കേണ്ടി വന്നാൽ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ്, ദിക്റാണ് ഹസ്ബി അല്ലാഹ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. എന്താണ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. അതെപ്പോഴും നമുക്ക് പേടി തോന്നുമ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുന്ന, ധൈര്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ദുആയാണ്. ഒന്നുകൂടെ പറയാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. 7 വട്ടം ചൊല്ലുക. ഇനി അതിന്റെ അർത്ഥം നോക്കാം. അർത്ഥം ഭയങ്കര സംഭവമാണ്. ഹസ്ബി അല്ലാഹ് എന്താ അർത്ഥം അറിയുമോ? എനിക്ക് ആര് മതി? അല്ലാഹു മതി. ഹസ്ബി എനിക്ക് മതി. അല്ലാഹ് ആര് മതി? അല്ലാഹു മതി. എനിക്ക് എന്റെ അല്ലാഹ് മതി. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ അല്ലാതെ ഒരു ഇലാഹും ഒരു ദൈവവും ഇല്ല. അലൈഹി തവക്കൽതു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തവക്കൽതു അലല്ലാഹ് പറയില്ലേ? എന്താ അർത്ഥം? പടച്ചോനെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, എന്റെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ചു, നിന്നെ ഏൽപ്പിച്ചു. അലൈഹി അവന്റെ മേൽ, തവക്കൽതു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എന്റെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. എന്റെ വക്കീലാരാണ്? ശരിക്കും ദുനിയാവിൽ നമ്മള് കേസും കൂട്ടൊക്കെ ഉണ്ടാവുമ്പോ ഒരാളെ വക്കീലാക്കും. പക്ഷെ യഥാർത്ഥ വക്കീൽ ആരാണ്? അല്ലാഹു ആണ്. അലൈഹി തവക്കൽതു, അവന്റെ മേലിൽ ഞാൻ എന്റെ സകലമാന കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവനാരാണ്? അവൻ മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്. അവൻ മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഹസ്ബി അല്ലാഹ് എന്നതിന്റെ അർത്ഥമെങ്കിലും നമ്മൾ ഇത് പഠിക്കണം. അപ്പോഴേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിൽ തട്ടി ഇത് പറയണം. അപ്പോഴേ നമുക്ക് കൂടുതൽ ഫലം ഉണ്ടാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്, റബ്ബാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെ കാര്യം മാത്രമല്ല ആഖിറത്തിലെ കാര്യത്തിനും എല്ലാം അവൻ അകറ്റുന്ന ഏതൊരു കാര്യമുണ്ടോ അതൊക്കെ അല്ലാഹുവിന് പകരമായിട്ട് ഇത് മതി, എല്ലാം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു തട്ടിമാറ്റും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച ദിക്റുകളൊക്കെ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു. ഇത് നിങ്ങളെല്ലാവരും പതിവാക്കണം എന്ന് എൻ്റെ സ്വന്തം ഉമ്മയോടും പെങ്ങളോടും എൻ്റെ സ്വന്തം മോളോടും പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മദ്രസയിൽ ഒരുമിച്ച് കൂടിയതിനേക്കാൾ സന്തോഷകരമായ നിലയിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹത്തായ ഈ മജ്‌ലിസ് കാരണമായി ഒരുപാട് നന്മകളും ഒരുപാട് അറിവുകളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, മാസങ്ങളുടെ കൂട്ടത്തിൽ
വളരെയേറെ മഹത്വവും പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ യുദ്ധം ചെയ്യൽ പോലും ഹറാമാക്കിയ ഒരു മാസത്തിന്റെ പടിവാതിൽക്കലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ തഖ്ദീർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് മഗ്‌രിബിന് ശേഷം പരിശുദ്ധമായ ആ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. ഏതാണ് ആ മാസം? റജബ് മാസം. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ആളുകൾ ഒരുപോലെ മഹത്വം കൽപ്പിക്കപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തു വന്നിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബുൻ അവ്വലു ശുഹൂരിൽ ബറക, ബറക്കത്തിന്റെ മാസങ്ങളിൽ ആദ്യത്തെ മാസമാണ് പരിശുദ്ധമായ റജബ് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വീടിരിക്കൽ നടത്താനും ഒരു കട ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ മഹാന്മാരും സാദാത്തുക്കളും ഒക്കെ പരിശുദ്ധമായ റജബ് മാസം നിർദ്ദേശിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബുൻ ഷഹ്റുല്ലാഹ്. എന്താ ഷഹ്ർ എന്ന് പറഞ്ഞാൽ? റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ അനുഗ്രഹത്തിന്റെ മാസമാണ് പരിശുദ്ധ റജബ്. ശഅബാനിന്റെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തീങ്ങളുടെ മാസമാണ് പരിശുദ്ധ റമളാൻ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. ധാരാളമായി അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ ചെയ്യുകയും നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വശഅബാൻ ശഹ്റുസ്സലാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? പരിശുദ്ധ ഖുർആനിലെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും പുണ്യ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ അംബിയായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹത്തായ ഈ വചനം അവതീർണമായത് ഏതു മാസത്തിലായിരുന്നു? ഏതു മാസത്തിലായിരുന്നു? ശഅബാൻ മാസത്തിലായിരുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ശഅബാൻ ശഹ്റുസ്സലാത്ത്, ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. വറമളാനു ശഹ്റുൽ ഖുർആൻ, റമളാൻ ആകട്ടെ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ അവതീർണമായ മാസമാണ്. ഖുർആനുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ. റജബിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് റജബ് വിത്തിറക്കേണ്ട മാസമാണ് എന്നാണ്. ശഅബാൻ അതിന് നനച്ചു കൊടുക്കേണ്ട മാസമാണ്.
റമദാനോ അത് കൊയ്തെടുക്കേണ്ട മാസമാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എന്താ മനസ്സിലായി? ഏത് വിത്താണ് ഉദ്ദേശിക്കുന്നത്? നെല്ലാണോ അതോ കൈപ്പക്കന്റെ വിത്തോ? ഏത് വിത്താണ്? വിത്തിറക്കേണ്ട മാസം. വിത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകളാകുന്ന വിത്തിറക്കേണ്ട മാസം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ട മാസം. പിന്നെ ശഅബാനിൽ എന്തു വേണം? ആ നന്മകൾക്ക് നനച്ചു കൊടുക്കണം. സ്വലാത്തിലൂടെ, ദിക്റിലൂടെ, മറ്റു ദാനധർമ്മങ്ങളിലൂടെ ആ നന്മകളെ പരിപോഷിപ്പിക്കണം. റമദാനിലോ നമ്മൾ ചെയ്തു വച്ച എല്ലാ നന്മകൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്ന കൊയ്ത്തുകാലത്തിന്റെ ഉത്സവമാണ് പരിശുദ്ധ റമദാൻ. മഹാന്മാരൊക്കെ റമദാനിനെ 6 മാസം മുമ്പ് തന്നെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിരുന്നുകാരൻ വിരുന്നു വരുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ അകങ്ങളൊക്കെ വൃത്തിയാക്കും, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കും, സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വാരിപ്പുണരും, ഒരുപാട് സ്നേഹവും ആദരവുകളും നൽകും. അതുപോലെ മുഅ്മിൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട വിരുന്നുകാരനാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ റജബ് മാസത്തിൽ തന്നെ ആരംഭിക്കണം. وكان علي رضي الله عنه يفرغ نفسه للعبادة في 4 ليال في السنة. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ കൂടിയായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു വർഷത്തിൽ 4 രാത്രികളിൽ പ്രത്യേകമായി ഇബാദത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഏതൊക്കെയാണ് 4 രാത്രികൾ? വഹിയ അവ്വലു ലൈലത്തിൻ മിൻ റജബ്. ഒന്നാമത്തെ രാത്രി ഒരു പക്ഷേ ഇന്ന് മഗ്‌രിബിന് ശേഷം ആയേക്കാവുന്ന രാത്രിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിലെ ആദ്യത്തെ രാവാണ്. റജബിലെ ആദ്യത്തെ രാവ് ഇന്ന് അല്ലെങ്കിൽ നാളെ. വലൈലത്തുൽ ഫിത്ർ. രണ്ടാമത്തെ രാവ് ഏതാണ്? നമ്മളൊക്കെ പിന്നെ പെരുന്നാളിനും കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം എന്ത് ചെയ്യുകയായിരുന്നു? അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം പ്രത്യേകമായി ദുആകളിലും ആരാധനകളിലും ഏർപ്പെടുമായിരുന്നു എന്ന് ചെറിയ പെരുന്നാളിന്റെ രാവിൽ. അന്ന് മൈലാഞ്ചി ഉണ്ടാന്നല്ലോ ഞാൻ പറഞ്ഞത്. വലൈലത്തുൽ അദ്ഹ. പിന്നെ ഏതാണ്? വലിയ പെരുന്നാളിന്റെ രാവ്. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിലെ 15-ാം രാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബറാഅത്ത് അനുഷ്ഠിക്കുന്ന അപരിശുദ്ധമായ രാവ്. ഇങ്ങനെ 4 രാവുകളിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഇബാദത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുമായിരുന്നു എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഇന്ന് റജബിന്റെ രാവാണെന്ന് ഉറപ്പായാൽ, മാസം കണ്ടു എന്ന് അറിയിപ്പ് കിട്ടിയാൽ ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും പ്രത്യേകമായി എൻ്റെ സഹോദരിമാർ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മഹാനായ അല്ലാഹുവിനോട് എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ പൊറുക്കലിനെ തേടുന്നു പറഞ്ഞാൽ പാപങ്ങളൊക്കെ പൊറുക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് സൂറത്താണ്? സൂറത്തുൽ ഫാത്തിഹ. ചോദ്യം ചോദിച്ചാൽ പറയില്ലേ? ഇൻഷാ അല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്?
അയ്വാ, എല്ലാവരും പറയണോ? ഉറക്കെ പറയണം. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? ഏതാണ്? ഉറക്കെ. അൽഹംദുലില്ലാ. എന്താണ് അൽഹംദുലില്ലാന്റെ അർത്ഥം? സർവസ്തുതിയും അല്ലാഹുവിനാണ്. മാലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉടമസ്ഥൻ. വെരി ഗുഡ്. യൗമുദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ. മാലിക്കി എന്നാണോ ഓതേണ്ടത്? മാലിക്കി എന്നാണോ ഓതേണ്ടത്? ഷദ്ദില്ലാതെയാണോ ഓതേണ്ടത്? ഷദ്ദോടു കൂടിയാണോ ഓതേണ്ടത്? ഷദ്ദ് ഇല്ലാതെ. ഉറപ്പില്ലല്ലോ എപ്പോഴും. ക്ലാസ്സിൽ നിന്ന് പുറത്തൊക്കെ ഉണ്ടാവും. മാലിക്കി, മാലിക്കി യൗമിദ്ദീൻ. നമ്മള് പിന്നെ ഇതുവരെ പഠിച്ചത് നമുക്ക് ചൊല്ലി നോക്കാം. എന്റെ പിന്നാലെ ചൊല്ലിക്കുന്നു കേട്ടോ. ഞാൻ തമാശ പറയുന്നതെന്നൊന്നും തോന്നരുത് കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് നമ്മൾ അവസാനം പഠിച്ച ആയത്ത്. ഇയ്യാക എന്താ അർത്ഥം? നിങ്ങൾ പറയ്, നിന്നോട് പറയൂ, ഒരാളെങ്കിലും പറയൂ, നിന്നോട് മാത്രം. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് പാട്ടൊക്കെ എത്ര പെട്ടെന്ന് നിങ്ങൾ കാണാതെ പഠിക്കണേ. അള്ളാന്റെ വാക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ പഠിയുള്ളൂ. പാട്ടിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പാട്ട് വേഗം പഠിയും. അതേപോലെ വിശുദ്ധ ഖുർആനിനോട് ആത്മബന്ധമുണ്ടെങ്കിൽ, അതിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് പഠിയും, ഉറപ്പാണ്. ഖുർആൻ ഫാത്തിഹന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കൂടെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. ഡോക്ടർ സാറേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? പുറത്തു പോകുമോ? നിങ്ങൾ പറയും. ഇല്ല. എന്തുകൊണ്ട്? ഡോക്ടർ സാറാണ് നമ്മളെ രക്ഷിക്കണ ശരിക്കുള്ള ആള് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. ഡോക്ടറാണ് അസുഖം മാറ്റുന്നവൻ എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. പക്ഷെ അസുഖം മാറ്റുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഡോക്ടർ ഒരു നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ഡോക്ടറോട് നമുക്ക് സഹായം ചോദിക്കാം. ഏത് വിശ്വാസപ്രകാരം? അല്ലാഹുവാണ് ഷാഫി എന്ന വിശ്വാസപ്രകാരം. ഈ ആയത്ത് ഓതിയിട്ട് ചില സഹോദരങ്ങൾ, പിന്നെ ചില ആൾക്കാരൊക്കെ ശിർക്കിന്റെ ആൾക്കാരാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ആയത്ത് ഓദിച്ചത്. ആയത്ത് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ കാരണം, അപ്പോ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. ഏതർത്ഥത്തിൽ? അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കുന്നവൻ. അപ്പൊ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണെങ്കിൽ, തെറ്റാണെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചുപോയവരോടും സഹായം ചോദിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഴാൻ പോണ സമയത്ത് ആരെ വിളിക്കും? ഉമ്മാനെ വിളിക്കും. അള്ളാന്റെ കൂടെ ഉമ്മാനെ വിളിക്കും. അള്ളന്റെ ഉമ്മ എന്ന് പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഉമ്മാനെ മാത്രം വിളിക്കും. വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കലുണ്ട്. അത് എന്റെ ഉമ്മ എന്റെ കൈ പിടിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കാറുണ്ട്.
ആരെ വിളിക്കാറുണ്ട്? ബദരീങ്ങളെ വിളിക്കാറുണ്ട്. അത് ബദരീങ്ങള് പടച്ചോന്റെ പോലെ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്തും എന്ന വിശ്വാസത്തോടു കൂടിയാണോ? അല്ല. പിന്നെയോ, ബദരീങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു കൊടുത്ത കഴിവാണ്. യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബദരീങ്ങളെ എന്ന് ആ അർത്ഥത്തിൽ വിളിച്ചാൽ ഒരിക്കലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. അള്ളാഹു അവർക്ക് പ്രത്യേകമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഒരുപാട് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സേനാനായകന് നിർദ്ദേശം കൊടുത്തത്. മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ടാണ്. എന്താ നിർദ്ദേശം കൊടുത്തത്? യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ എന്ന് പറയുന്ന ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറയാണ് അൽ ജബൽ അൽ ജബൽ. എന്നാ അൽ ജബൽ എന്ന് പറഞ്ഞാല്, ജബൽ എന്ന് പറഞ്ഞാൽ അർത്ഥം 2ാം ക്ലാസ് പഠിച്ചില്ല. 1ാം ക്ലാസ്സിൽ ജബലുൻ മല, പർവ്വതം, മൗണ്ടെയിൻ എന്നാണ് അർത്ഥം. ഈ മലക്കപ്പുറത്തു നിന്നും, താങ്കൾ നിലകൊള്ളുന്ന മലക്കപ്പുറത്തു നിന്നും ശത്രു വരുന്നുണ്ട്, അവനെ സൂക്ഷിക്കണം എന്നാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹു എന്ന സേനാനായകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്. എവിടുന്നാ പറഞ്ഞത്? മിമ്പറിന്റെ മേലെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു കാണിച്ചു കൊടുത്തു. അപ്പൊ ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുക്കുക ഇല്ല. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഒരു സാധാരണ മനുഷ്യനെയും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളെയും പരസ്പരം താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യം, ഇപ്പൊ ഈ മറക്കപ്പുറത്ത് എനിക്കൊന്നും കാണാൻ കഴിയില്ല എന്റെ കണ്ണിന്, നിങ്ങൾ മറയുള്ളത് കാരണം ഒരാളെ പോലും എനിക്ക് കാണുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട. എന്നാൽ ആർക്ക് കാണാം? ഒരു പക്ഷേ അള്ളാഹു കഴിവ് കൊടുത്ത ഔലിയാക്കൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നവർ എന്നോ മരിച്ചു പോയവരെന്നോ വ്യത്യാസമില്ല. സഹായം ചോദിക്കാം, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സഹായം ചോദിക്കൽ വേറെ, ദുആ ചെയ്യൽ വേറെ. ദുആ ആരോട് മാത്രം? അള്ളാഹുവിനോട് മാത്രം. അപ്പൊ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്നത് പോലെയുള്ള ദുആ അല്ല. പിന്നെന്താണ് അത്? സഹായം ചോദിക്കലാണ്. അത് രണ്ടും രണ്ടർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ കാണണം. അതിന്റെ പേരിൽ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. എന്താണ് അതിന്റെ അടിസ്ഥാനം? അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കൽ, അതാണ് അതിന്റെ അടിസ്ഥാനം. എന്റെ പിതാവിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, തങ്ങളുപ്പാപ്പാന്റെ ബാപ്പയോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ആരോടും ഇഷ്ടമുണ്ടായിരിക്കും. ആരോട് ഇഷ്ടമുണ്ടായിരിക്കും? നിങ്ങൾക്ക് തങ്ങളോട് ഇഷ്ടമുണ്ടാവും. ഫാത്തിമ ബീവിയോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആരെ ഇഷ്ടമുണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടമുണ്ടാവും. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ ബാപ്പാനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, ആദരവുണ്ടായിരിക്കും. നമ്മുടെ ആ ഇന്നാലിന്ന മനുഷ്യന്റെ മോനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിയുടെ മക്കളെ കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം ആരോടുണ്ടാവും? കൂട്ടുകാരിയുടെ മക്കളെ കാണുമ്പോൾ ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇതാണ് സത്യത്തിൽ ഇസ്തിഗാസ, സഹായം ചോദിക്കുന്നതിന്റെ അർത്ഥം. അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ബദരീങ്ങൾ പോലെയുള്ള ഔലിയാക്കൾ പോലെയുള്ള ആളുകളോടും നമുക്ക് എന്താവും? ഇഷ്ടമുണ്ടാവും, ബഹുമാനം ഉണ്ടാവും. പക്ഷെ ആ രണ്ട് ബഹുമാനം രണ്ട് തരത്തിലാണ്. അപ്പോ
യഥാർത്ഥത്തിൽ നമ്മൾ ഇവരോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആരുമായിട്ടുള്ള കണക്ഷൻ വർദ്ധിപ്പിക്കലാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അത് തൗഹീദിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും എന്തല്ല, ശിർക്കല്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അടുത്ത ആയത്ത് ഒരു സ്ഥലത്ത് ചൊല്ലു എല്ലാവരും. മതി മതി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചൊല്ലിക്കാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ഇഹ്ദിന. രണ്ടാമത്തെ അക്ഷരം സ്വ. അരയന്നത്തിന്റെ സൗണ്ട് ഉണ്ടാവണം സ്വാദ് ഉച്ചരിക്കുമ്പോൾ. അങ്ങനെ അരയന്നത്തിന്റെ സൗണ്ട് സ്വ എന്ന് പറയാ. സ്വ ജീവിതം പഠിച്ചവർക്ക് അറിയാം, ഞാൻ വെറുതെ പറയില്ല. ഇഹ്ദിനസ് സിറാത്ത എന്ന് പറയാ. സ്വാദ് ശൈത്താൻ. ഇഹ്ദിനസ് സിറാത്ത. ഏത് ത്വ? വലിയ ത എന്നല്ല. ഏത് ത അല്ല? രണ്ട് പുള്ളിയുള്ള ത അല്ല. പിന്നെയോ താവിലത്തുൻ, തബ്ലുൻ, തഹാറത്തുൻ എന്നൊക്കെ പറയുന്ന ത്വ. ഇഹ്ദിനസ് സിറാത്ത പറഞ്ഞ. പിന്നെ മുസ് എന്ന് പറയുമ്പോ സീനാണ് കേട്ടോ. അവിടെ മുസ് സ്വാദല്ല, മുസ് ത. അവിടെ ത സാധാരണ പോലത്തെ ത. പിന്നെ ശ്രദ്ധിക്കാം, മിക്ക കുട്ടികളും തെറ്റിക്കും, ഉമ്മമാരും തെറ്റിക്കും. ഏതക്ഷരം? ഖാഫ്. രണ്ട് പുള്ളിയുള്ള ഖാഫ്. നമ്മൾ താറാവ് കരയുന്ന സൗണ്ടാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറഞ്ഞ. അവസാനം ചുണ്ട് കൂട്ടണം, മീമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചൊല്ലുമല്ലോ. മുസ്തഖീം എന്ന് പറയുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇൻഷാ അല്ലാഹ്. ഇഹ്ദിന ഞങ്ങളെ നീ നയിക്കണമേ. എന്താ? എന്തിലേക്ക്? അസ്സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളവും തിരിവുമില്ലാത്ത വഴി, വളവും തിരിവുമില്ലാത്ത. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. ഏതാണ് മുസ്തഖീമായ സിറാത്ത്? കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടിക്കുള്ള റോഡോ? അല്ല. ഏതാണ് ആ റോഡ്? വിച്ച് റോഡ്? ഏത് റോഡാണ്? അൽ ഇസ്ലാം. മുസ്തഖീമായ സിറാത്ത് എന്ന് പറഞ്ഞാൽ നേരായ സ്ട്രൈറ്റ് പാത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ. നേരായ വഴി, ചൊവ്വായ മാർഗം, വളവും തിരിവുമില്ലാത്ത വഴി.
അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ ഇസ്ലാം മാത്രമാണ്. അപ്പൊ മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ പറയാറുണ്ട് മതസൗഹാർദ്ദത്തിന്റെ വേദികളിൽ. പക്ഷെ മതമേതായാലും മനുഷ്യന്റെ മനസ്സ് ശരിക്കും നന്നാവണമെങ്കിൽ എന്തിലേക്ക് വരണം? വിശുദ്ധ ഇസ്ലാം ഒരു മതമായി അംഗീകരിക്കണം. എന്തുകൊണ്ട്? മറ്റു പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ മനുഷ്യൻ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രമായ വിശുദ്ധ ഖുർആൻ അതാരുടെ കലാമാണ്? അള്ളാഹുവിന്റെ കലാമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനും 1400 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഖുർആനും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. ഒരു മനുഷ്യനും അതിൽ യാതൊരു കടത്തിക്കൂട്ടലുകളും മാറ്റത്തിരുത്തലുകളും വരുത്തിയിട്ടില്ല. സൗദി അറേബ്യയിലുള്ള മുസ്ലിമും അമേരിക്കയിലുള്ള മുസ്ലിമും ഇന്ത്യയിലുള്ള മുസ്ലിമും ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങളൊക്കെയും അനുവർത്തിച്ചു പോരുന്ന ഗ്രന്ഥം അതേതാണ്? വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രപഞ്ച പരിപാലകനായ സംരക്ഷകനായ അള്ളാഹുവിന്റെ വേദപുസ്തകമാണ്. മനുഷ്യ സമൂഹത്തിനൊന്നടങ്കം. മുസ്ലിങ്ങളുടേത് മാത്രമാണോ? അല്ല. ഈ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മറ്റുള്ളവയെല്ലാം മനുഷ്യ നിർമ്മിതമാണ്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇപ്പോ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വളരെ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഉപകാരത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അവരിപ്പോ ജീവിക്കുന്നത് പലിശ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ പെരുമാറ്റമൊക്കെ നല്ല ആളുകളായിരിക്കാം, പക്ഷെ മദ്യപിക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരേ ഒരു മാർഗം. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുകയും അള്ളാഹു എന്താണോ വിരോധിച്ചത് അതൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവന്റെ പേരാണ് മുസ്ലിം. കേവലം പേര് കൊണ്ടല്ല മുസ്ലിം എന്ന് കണക്കാക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ എന്നതിന്റെ അർത്ഥം. എന്ത് നൽകണേ? ഹിദായത്ത്. അപ്പൊ നമ്മളൊക്കെ ഹിദായത്തിലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഹിദായത്തിന്റെ മാർഗത്തിലല്ലേ? അല്ലേ? നിങ്ങൾ പറയും ആണ്. പിന്നെന്തിനാ നമ്മളിങ്ങനെ ദിവസവും 17 തവണ അള്ളാഹിനോട് ഹിദായത്തിനെ തേടുന്നത്? എന്തിനാ? നമ്മുടെ മനസ്സിൽ അള്ളാഹു കത്തിച്ചു വെച്ച വിളക്കാണ് ഹിദായത്ത്. ആ വിളക്ക് ചിലപ്പോൾ കെട്ടുപോയേക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രഭ ഇത്തിരി കുറഞ്ഞു പോയേക്കാം. ആ സമയത്താണ് മനുഷ്യൻ എന്തിലേക്ക് പോകുന്നത്? തെറ്റിലേക്ക് പോകുന്നത്. ചിലപ്പോൾ അവനിങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കും,
ആ സമയത്താണ് നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ഏത് നിമിഷവും അണയാൻ സാധ്യതയുള്ള ഒരു വിളക്കാണ് ഹിദായത്ത്. അതുകൊണ്ട് ആ വിളക്ക് കൂടുതൽ പ്രകാശപൂരിതമാകാൻ, കൂടുതൽ നന്നായി നമ്മുടെ മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കാൻ ദിവസവും 17 തവണ അല്ലാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. എന്ത് തേടിക്കൊണ്ടിരിക്കണം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇതുവരെ നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തുകയായിരുന്നു, അല്ലാഹുവിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുകയായിരുന്നു. നമ്മൾ അല്ലാഹുവിനെ ഒരുപാട് വാഴ്ത്തിയതിനു ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും ആദ്യമായി ചോദിക്കേണ്ട ചോദ്യം, ഏറ്റവും ആദ്യമായി തേടേണ്ട തേട്ടം തേടുകയാണ് പടച്ച തമ്പുരാനോട്. ഏതാണ് ആ തേട്ടം? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ രാവിലെ അവൻ മുഅ്മിനാകും, വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൻ കാഫിറായി തീരും. അതേപോലെ വൈകുന്നേരം മുഅ്മിനാവും, രാവിലെ ആകുമ്പോഴേക്ക് അവൻ കാഫിറായി തീരും. എന്താണ് പറഞ്ഞാൽ? അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഹിദായത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ ഒരു ദുർബല നിമിഷത്തിൽ എങ്ങോട്ട് പോകും? കാഫിറാവും എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വാസി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഏറ്റവും നല്ല ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും നല്ല ദിക്ർ അത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് വർദ്ധിപ്പിക്കലാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും. എനിക്ക് കാര്യപ്പെട്ട ഒരു മഹാന് പറഞ്ഞതാണ്. ഞാൻ യാത്രയിലും മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഹറാമിലേക്ക് പോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അത് ചൊല്ലാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു മോഷ്ടാവ് ഒരിക്കലും മോഷണം നടത്തുമ്പോൾ അവൻ മുഅ്മിനായിരിക്കെ മോഷണം നടത്തുകയില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോ സുബഹിയൊക്കെ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാവോ, പക്ഷെ ആ സമയത്ത് മോഷ്ടിക്കാൻ തോന്നുന്ന ആ നിമിഷത്തിൽ അവന്റെ ഈമാൻ അവന്റെ മനസ്സിൽ നിന്നും ഊരപ്പെടും. അതുപോലെ വ്യഭിചാരത്തിന് പോകുന്ന ഒരു മനുഷ്യൻ മുഅ്മിനായിരിക്കെ, ഈമാനുള്ളവനായിരിക്കെ ഒരിക്കലും വ്യഭിചാരത്തിന് പോവുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭൗതികമായ കടങ്ങളോ ഭൗതികമായ പ്രയാസങ്ങളോ ഭൗതികമായ ബുദ്ധിമുട്ടുകളോ തീർത്തു തരാനല്ല സഹോദരിമാരെ. പിന്നെ എന്തിനായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത്? അള്ളാഹുവിന്റെ മഹത്തായ ഹിദായത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം. എപ്പോഴും അള്ളാഹുവിന്റെ കാവൽ, എപ്പോഴും അള്ളാഹു നമ്മുടെ കൈപിടിക്കണം. ഒരു തെറ്റിലേക്ക് പോകാൻ അടുക്കുമ്പോൾ മോനെ അതരുത് എന്ന് ഒരാൾ വിളിച്ചു പറയണം, പടച്ചവൻ നമ്മോട് വിളിച്ചു പറയണം. അപ്പോൾ നാം അതിൽ നിന്ന് പിന്മാറണം. അതിന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അള്ളാഹുവിനോട് ധാരാളമായി ഹിദായത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ദിവസം 17 തവണയെങ്കിലും ചുരുങ്ങിയത് നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
നിങ്ങൾ നോക്കൂ, സുബ്ഹ് നിസ്കാരത്തിൽ നമ്മൾ എന്ത് നടത്താറുണ്ട്? നിങ്ങൾ പറയേ, എന്ത് നടത്താറുണ്ട്? കുനൂത്ത് ഓതാറുണ്ട്. കുനൂത്തിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ആദ്യമായി ചോദിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞെല്ലാവരും? അയ്വാ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. അല്ലാഹുവേ ഇഹ്ദിനി എന്നും പറയാം. ഒരുമിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, ഭാര്യയും ഭർത്താവുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇഹ്ദിന എന്ന് പറയാം. അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് നൽകണേ. ഫീമൻ ഹദൈത്, നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ ഹിദായത്ത് നൽകണേ. ആദ്യം ചോദിക്കുന്നത് അതാണ്. അതിന്റെ അർത്ഥം എന്താ? ഈമാൻ കിട്ടിയ പിന്നെ ആദ്യമായിട്ട് ഒരു മനുഷ്യന് വേണ്ടത് നിങ്ങൾ പറയേ എന്താണ്? അറബിയിൽ എന്താ പറയാ? ഹിദായത്താണ്. ഹിദായത്താണ്. അപ്പൊ നമ്മളൊക്കെ ഹിദായത്തിലാണ്. പക്ഷെ നിരന്തരം ആ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമായ സുബ്ഹ് നിസ്കാരത്തിലൂടെ ശാഫി മദ്ഹബുകാരായ നമ്മളൊക്കെ അള്ളാഹുവിനോട് ആദ്യമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹിദായത്താണ്. അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. പിന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് വആഫിനി ഫീമൻ ആഫൈത്. എന്താണ്? എനിക്ക് നീ ആഫിയത്ത് നൽകണേ. ഫീമൻ ആഫൈത്, നീ ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ. അപ്പൊ ഹിദായത്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കേണ്ടത് എന്താണ്? ആഫിയത്താണ്. ആഫിയത്ത്. ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ദുആ പഠിപ്പിച്ചു തരണം. റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? സൽ അൽ ആഫിയ. നീ അള്ളാഹിനോട് എന്ത് ചോദിക്കുക? നിങ്ങൾ പറയേ, ആഫിയത്തിനെ ചോദിക്കുക. പിന്നെയും ആ സഹാബി ചോദിച്ചു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആഫിയത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. മൂന്നാമത്തെ പ്രാവശ്യവും ആ സഹാബി ചോദിച്ചപ്പോൾ മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആഫിയത്തിനെ ചോദിക്കാനാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ത്? ആഫിയത്ത്. ആഫിയത്തില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹു നമുക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. എല്ലാവിധ ആപത്ത്, ബലാവ്, മുസീബത്തുകളും തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുടെ വൈറസുകൾ നമ്മുടെ ശരീരഭാഗത്തുണ്ടെങ്കിൽ അള്ളാഹു പരിശുദ്ധമായ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതിനെ അള്ളാഹു നിർവീര്യമാക്കി കളയട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ഒരാളുടെയും സഹായമില്ലാതെ വലിയ വലിയ മാരകമായ അസുഖങ്ങളിൽ പെടാതെ ഈ ലോകത്ത് നിന്ന് ഇസ്സത്തോടു കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ആഫിയത്ത്. അപ്പൊ ഹിദായത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ, ഹിദായത്ത് നൽകണമേ. പിന്നെ അള്ളാഹു പറയുകയാണ്, ഏതാണ് മുസ്തഖീമായ സിറാത്ത്, ഏതാണ് വളവും തിരിവുമില്ലാത്ത മാർഗമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് അടുത്ത ആയത്തിലൂടെ. സിറാത്തല്ലദീന, ഒരിക്കലും സിറാത്തല്ലദീന, സിറാത്തല്ലദീന എന്ന് ഓതണം. ദാലിന്റെ നേരെ പുള്ളി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ആയത്താണ് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എത്ര അലൈഹിം ഉണ്ട് സൂറത്ത് ഫാത്തിഹയില്? 2 അലൈഹിം ഉണ്ട്. ചില ആൾക്കാര് 2 അലൈഹിന്റെ അവിടെ നിർത്തും.
ഒരു സ്റ്റോപ്പിൽ മാത്രം നിർത്താൻ പാടുള്ളൂ. ആദ്യത്തെ അലൈഹിം എന്നതിന്റെ അവിടെ വേണമെങ്കിൽ നിർത്താം. രണ്ടാമത്തെ അലൈഹിമിന്റെ അവിടെ നിർത്തലുണ്ടെങ്കിൽ നിർത്താൻ പാടില്ല. ഇനി മുതൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വഖഫ് ചെയ്യാൻ പാടില്ല. രണ്ട് സ്ഥലത്തും വഖഫ് ചെയ്യാതെ ഓതലാണ് ഏറ്റവും നല്ലത്. ഈ ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ആദ്യത്തെ അലൈഹിമിന്റെ അവിടെ നിർത്താൻ നമുക്ക് നോക്കാം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അവിടെ ചുണ്ടുകൂട്ടാം. അവിടെ വേണമെങ്കിൽ നിർത്താം, അവിടെ നിർത്തിക്കോ, കുഴപ്പമില്ല, അവിടെ വഖഫുണ്ട്. ഇനി നിർത്താൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മനസ്സിലായോ? നീ നിർത്താതെ ഓതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അങ്ങനെ ഓതാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ പിന്നെ അധികം ആൾക്കാർക്കും വലിയൊരു തെറ്റ് വരാറില്ല. ഇനി പറയുമ്പോ ഓയിരി പറഞ്ഞ ഐനാണോ വൈനാണോ? ഇങ്ങനെയാണ്. ഈ ലൂബി ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾ കാണണം, എന്നാലേ പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. കാരണം ത്വാഇന്റെ മേലെ പുള്ളിട്ടാൽ എന്താ വായിക്കുക? ലാഹ്. ആ അക്ഷരം പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. നാവിനെ ശരിക്കും അങ്ങോട്ട് പിടിച്ചു കൊടുത്താൽ മതി. ലുൽമുൻ, പിന്നെ ലമഉൻ, പിന്നെ ലലാമുൻ എന്നൊക്കെ പറയുമ്പോ പിന്നെ ആ ലാ ആണ്. ത്വാഇന്റെ മേലെ പുള്ളിട്ട രണ്ടു തരം, ഒന്ന് ലാദും ഒന്ന് ലാഹുമാണ്. രണ്ടും രണ്ട് വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ രണ്ടുപേരെയും ഒരേപോലെ ഉച്ചരിക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് ലാദ് ഉച്ചരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആള് എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ലാദ് എന്ന അക്ഷരം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് അറബി ഭാഷയിലെ ഒരു പ്രത്യേകമായ അക്ഷരമാണ് ലാദ്. പഠിച്ചവർക്ക് കേട്ടോ, പഠിക്കാത്തവർക്ക് ഉച്ചരിക്കാൻ ഒരു പ്രയാസമില്ല. എന്താണ് ലാദ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ലാദ് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവും, ലാദ് അടിച്ചു കൊടുത്താൽ മതി, ഇപ്പൊ കിട്ടും. സൂറത്തുൽ ഫാത്തിഹ, തജ്വീദ് എന്നൊക്കെ അടിച്ചു കൊടുത്താല് ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റും. ലാദ് എന്ന് പറയുമ്പോ അതിന്റെ മഖ്റജ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് നാവിന്റെ അരു മേലെ അണപ്പല്ലുകളോട് ചേർന്ന് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലാദ് ഉച്ചരിക്കുമ്പോൾ നാവിനെ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ? ഇല്ല, നാവോടെ അങ്ങനെ പിടിച്ചു കൊടുത്താല് ഇതുവരെ നിങ്ങൾ ഓതിയ ഫാത്തിഹ തെറ്റാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾ അറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഓതിയതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അള്ളാഹു പുറത്തു തരും, ഉറപ്പാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഒരു സംശയമില്ല. കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. പക്ഷെ അങ്ങനെയല്ല ലാദ് ഉച്ചരിക്കേണ്ടത്. ലാദ് ഉച്ചരിക്കുമ്പോ നമുക്ക് ചുണ്ടുമേൽക്ക് നോക്കുമ്പോ നമ്മുടെ ചുണ്ടിങ്ങനെ കോട്ടാണെന്ന് തോന്നിപ്പോകും. ഒന്ന് നാവിനെ ഇങ്ങനെ, നാവിന്റെ അരു മേലെ അണപ്പല്ലുകളോട് തട്ടിച്ചിട്ട് നോക്കി നോക്കൂ. പറയും. നാവിനെ കൊണ്ടുപോകണം. വൈരിൽ മഗ്ദൂബി എന്ന് പറയുമ്പോഴും വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോഴൊക്കെ അതാണ് ലാദ്. പറഞ്ഞ ലാദ് നമ്മളെ കുട്ടികൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പൊ വൈരിൽ മഗ്ദൂബി എന്ന് പറയുമ്പോഴും വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോഴും ലാദ് എന്ന അക്ഷരമാണ് നാവിന്റെ അരു. പറഞ്ഞ നാവിന്റെ അരു മേലെ അണപ്പല്ലുകളോട് ചേർന്ന് തട്ടണം. നാവിനെ വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ. വലത്തേതിനെ മുന്തിക്കൽ സുന്നത്തായതുകൊണ്ട് നമുക്ക് വലത്തോട്ട് കൊണ്ടുപോകാം. പറയൂ.
അലൈഹിം വലദ്ദാല്ലീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ച മാർഗം? ആരുടെ മാർഗമാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം? വളവും തിരിവുമില്ലാത്ത മാർഗം ഏതാണെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. അതാരാണ് അനുഗ്രഹം ചെയ്തവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവർ, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗം ആരുടെ മാർഗമാണ്? പ്രവാചകന്മാരുടെ മാർഗം, സുദ്ദീഖീങ്ങളുടെ മാർഗം. സുദ്ദീഖുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിച്ച മാർഗം. ആ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണ് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയമായവരുടെ മാർഗമല്ല. വലദ്ദാല്ലീൻ, പിഴച്ചവരുടെയും മാർഗമല്ല. ഫാത്തിഹയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? അൽഹംദുലില്ലാ. ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരു വട്ടം കൂടി ഞാൻ ഇതിന്റെ അർത്ഥം പറയാം. നിങ്ങൾ എല്ലാവരും പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതർത്ഥം ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും. നിങ്ങൾക്ക് പിന്നെ അറിയാത്തവർക്ക് ഒരു പേടി ഉണ്ടാവും, പ്രശ്നം കിട്ടുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായാൽ മതി. ഇൻഷാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ആരോട്? അല്ലാഹുവിനോട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതികളും റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് റബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവായ. അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീം. ആയത്ത് എന്താന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലേക്ക്, ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗ്ഗത്തിലേക്ക്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിന് വിധേയമായവരുടെ മാർഗത്തിലേക്കല്ല. വലദ്ദാല്ലീൻ, വലദ്ദാ എന്ന് പറയുമ്പോൾ കുറേ നീട്ടണം. ഒന്ന് നീട്ടിക്കെല്ലാരും. ലാമിന് ശബ്ദ കൊടുക്കണം. പിഴച്ചവരുടെയും മാർഗമല്ല. ആമീൻ. ആമീൻ എന്ന് പറയുന്നത് ഫാത്തിഹയിൽ പെട്ടതാണോ? അല്ല. പക്ഷെ ഫാത്തിഹ കഴിഞ്ഞാൽ, ഫാത്തിഹ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയായതുകൊണ്ട് ആമീൻ പറയൽ സുന്നത്താണ്. ശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരമോന്നതമായ ഒരു സൂറത്താണ് നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സാധുവായ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം വൈകിയതിനാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഒരു പക്ഷേ 1-2 ക്ലാസ് കൂടെ ഞാനായിരിക്കും എടുക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രസവ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ലീവ് എടുത്തതാണ്. അടുത്തു തന്നെ നിങ്ങൾ വരും. അദ്ദേഹത്തിന്റെ 4 അയലത്ത് പോലും ഞാൻ എത്തുകയില്ല. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് വെള്ളിയാഴ്ച ഉണ്ടായിരിക്കും. പുതിയ വിഷയങ്ങളുമായി നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.